ഹായ് ഗായ്സ്, ഒരു ലോങ് വീക്കെൻഡ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഒരു ഓവർനൈറ്റ് ക്യാമ്പിംഗ് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ മനസ്സിലേക്ക് കുറേ ക്യാമ്പിംഗ് സ്പോട്ടുകളൊക്കെ വന്നു. പക്ഷേ അതിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് അൽകുദ്രയിലുള്ള അൽകുദ്ര ലേക്ക്, പിന്നെ ഫ്ലെമിംഗോ, പിന്നെ ലവ് ലേക്ക്. ഇത് മൂന്നും അടുത്തടുത്താണെങ്കിൽ പോലും മൂന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങോട്ട് തന്നെ ഒരു ക്യാമ്പിങ്ങിനായിട്ട് വിട്ടേക്കാമെന്ന് വെച്ചു. നമ്മൾ ഒരു ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വാഷ്റൂം ഫെസിലിറ്റി കൂടെ ഒരു നമ്മുടെ കൺസിഡറേഷനിൽ വരുന്നത് കൊണ്ട് നമ്മൾ അൽകുദ്ര ലേക്കും പിന്നെ ഒരു ലവ് ലേക്കിനോട് അടുത്തുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി. അവിടെ നമ്മൾ നമ്മുടെ ടെൻറ്റും അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പും ബാർബിക്യൂള്ള സെറ്റപ്പും എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് നമ്മളങ്ങ് സെറ്റായി. ഇതുപോലുള്ള മാൻമെയ്ഡ് പോണ്ടുകളാണ് ഇവിടെ മുഴുവനായിട്ടുള്ളത്. അതിൽ അൽകുദ്ര ലേക്കിൽ അധികം ബേർഡ്സ് അങ്ങനെ ഞാൻ കണ്ടില്ല. പക്ഷേ ഫ്ലെമിംഗോ ലേക്കിലാണെങ്കിൽ ഫുള്ള് ഫ്ലെമിംഗോ ബേർഡ്സും പിന്നെ നമ്മുടെ അരയൻ, നല്ല നല്ല വലിയ അരയന്നൊക്കെ ഇഷ്ടംപോലെ എല്ലാത്തിലും നടക്കുന്നുണ്ട്. അതിനൊക്കെ ഫുഡൊക്കെ കൊടുക്കാം. പിന്നെ ഈ കാണുന്നത് എന്താണ് ബേർഡ് എന്ന് എനിക്കറിയില്ല. ഇതും നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ബേർഡാണ്. ഇതാണ് നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. രാത്രിയായപ്പോൾ ഒരുപാട് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് വരികയും പോവുകയും ചെയ്യുന്നു. കുറേ ആളുകൾ സ്റ്റേ ചെയ്യുന്നു, കുറേ ആളുകൾ പോകുന്നു. അങ്ങനെ ഒരുപാട് എത്ര ആൾക്കാർ വന്നാൽ പോലും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺജഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി നടത്താം എന്നുള്ളതും കൂടി ആയിരുന്നു. അങ്ങനെ അതും നടത്തി. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ കഴിച്ചോ. നല്ല കാണാം. അടിപൊളി 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 അടിപൊളി. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ചതിൻ്റെ ക്ഷീണത്തിൽ നേരെ ടെൻറ്റിനകത്ത് കയറി സുഖമായിട്ടൊന്ന് തുടങ്ങി. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി പിള്ളേരും എല്ലാവരും ഒന്ന് റെഡി ആയിക്കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പിംഗ് ഐറ്റംസും എല്ലാം പാക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വെച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു കാഴ്ച ഞങ്ങൾക്ക് കിട്ടി. അതൊരു ശരിക്കും പിള്ളേർ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരുപാട് ഫ്ലെമിംഗോ ബേർഡ്സും കുറേ ആളുകൾ ബേർഡ്സിന് കുറേ ഫുഡ് കൊടുക്കുന്നതും അത് നമ്മുടെ അടുത്ത് വന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ അതൊരു നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ ഈ ഒരു ക്യാമ്പിംഗ് ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ആരാണ്ട് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ബേർഡ്സിൽ അങ്ങോട്ട് പറന്നു പോയൊരു പോക്കുണ്ട്. അത് ശരിക്കും ഭയങ്കര നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്.
ശരിക്കും ഈ ഒരു വ്യൂ ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഓവർനൈറ്റ് ക്യാമ്പിങ്ങിൻ്റെ ഒരു പൂർണ്ണത വരത്തില്ലായിരുന്നു. എനിവേ അതിനുമുള്ള ഒരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൂപ്പർ വ്യൂ ആണ്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ. കാറ്റ് പിടിച്ചു പോകുന്നുണ്ടോ?